എങ്ങനെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ആരെടുത്ത് പോവാന്നാണ്? ഏത് ഓഫീസിൽ ഞാൻ കയറിച്ചില്ല, മേയറാന്നുള്ള ജാട വെച്ച് മാറിയിരിക്കുക, എൻ്റെ ഓഫീസിലേക്ക് ഇങ്ങോട്ട് വരട്ടെ, ഇങ്ങനെയൊന്നും കണ്ടില്ല. അങ്ങനെ അവിടെ ചെന്ന് കണ്ടപ്പോൾ അവർ വളരെയേറെ പോസിറ്റീവായിട്ട് പ്രതികരിച്ചു. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ KSWP ഉണ്ടല്ലോ, SWMP, അതിനകത്ത് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്റ്റ് പ്ലാൻ. അപ്പോൾ അവർ വളരെ കർശനമായി നോക്കിയിട്ട് ചെയ്യുള്ളൂ. നമ്മുടെ ഈ 10-17 ഏക്കർ ആയിട്ടുള്ള നമ്മുടെ ഞെളിയമ്പറമ്പിലെ എത്രയോ കൊല്ലങ്ങൾ, 60-70 കൊല്ലങ്ങളായി ഭൂമിയുടെ അടിയിലേക്ക് നമ്മൾ കുഴിച്ചിട്ടതും അതിന്റെ മുകളിൽ കൂടി ഇട്ടതുമായിട്ടുള്ള എല്ലാ ലെഗസി വേസ്റ്റിനെയും അവർ റിമൂവ് ചെയ്യും എന്നറിഞ്ഞപ്പോൾ എനിക്കുണ്ടായൊരു അഭിമാനവും സന്തോഷവും സമാധാനവും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാനൊരു 15 കാര്യം അരമണിക്കൂർ നിർത്താതെ അങ്ങ് പറഞ്ഞു. ഒരുപക്ഷെ ഇന്ന് എനിക്കത് ചോദിച്ചാൽ പറയാൻ കിട്ടില്ലായിരിക്കും. അപ്പൊ പെട്ടെന്ന് സന്തോഷം കൊണ്ട് വന്നതാണ്. നമ്മുടെ കോഴിക്കോട് എന്താണ് എന്ന് പറയാനുള്ള താല്പര്യം കൊണ്ട്. അപ്പൊ അദ്ദേഹം തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഓ, ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് സാഹിത്യ നഗരം പദവിക്ക് അപേക്ഷിക്കാമല്ലോ. ഇനി നിങ്ങളടക്കം, പത്രക്കാരടക്കം, ചാനലടക്കം, ഇവിടുത്തെ എല്ലാ സംഘടനകളും ഒക്കെ ആ ന്യൂസ് പത്രത്തിൽ വന്നതോടുകൂടി എന്തുമാത്രം വിളികളും ഞങ്ങൾ കൂടെയുണ്ട്, മുന്നോട്ട് പോണ മേയർ, ഞങ്ങൾ കൂടെയുണ്ട്. ഇത് വലിയൊരു കരുത്തല്ലേ ആലോചിച്ച്. ഒരു നഗരം മുഴുവനും അതിലെ എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ടവരും അങ്ങനെ നമുക്ക് യുനെസ്കോയ്ക്ക് ഒരു പദവി കിട്ടാൻ നമുക്ക് നോക്കണം കേട്ടോ, ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് തന്ന ഒരു ഊർജം അതൊട്ടും ചെറുതല്ല. എനിക്ക് കോഴിക്കോട്ടുകാരായി ജീവിച്ചാൽ മതി എന്നാ പറയാൻ. നമ്മൾ വേറെ എവിടുത്തെയും കാര്യമൊന്നും കണ്ടുപിടിക്കണ്ട. നമ്മുടെ നാട്ടിൽ നമുക്ക് നല്ല സംസ്കാരവും പൈതൃകവും ഒക്കെ ഉണ്ട്. ആ രീതിയിൽ സാരമില്ല എന്ന് പറയുന്ന ഒരു രീതി കോഴിക്കോട്ടുകാർക്കുണ്ട്. അത് നമ്മുടെ ഒരു സംസ്കാരമാണ്. അതുകൊണ്ടാണ് നമുക്ക് സമാധാനത്തിന്റെ നഗരം എന്നൊക്കെ പറയാൻ പറ്റുന്നത്. നമസ്കാരം. സംസ്ഥാനത്ത് ഡിസംബർ 9-നും 11-നുമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷനിലടക്കം മലബാർ മേഖലയിൽ ഡിസംബർ 11-നാണ് വോട്ടെടുപ്പ്. തെരഞ്ഞെടുപ്പിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കോഴിക്കോടിൻ്റെ ആരാധ്യായ മേയർ ഡോക്ടർ ബീന ഫിലിപ്പാണ്. മേയർ, സ്വാഗതം. കോഴിക്കോട് കോർപ്പറേഷൻ്റെ 5 വർഷത്തെ ഭരണ കാലാവധി അവസാനിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. ലോകത്തിൻ്റെ നെറുകയിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കോഴിക്കോട്. സാഹിത്യത്തിൽ, ഭിന്നശേഷി സൗഹൃദത്തിലൊക്കെ തന്നെ ദേശാന്തര പെരുമയാർജിച്ച ഒരു നഗരത്തിൻ്റെ ഭരണാധിപ എന്നുള്ള നിലയിൽ കഴിഞ്ഞ 5 വർഷത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കഴിഞ്ഞ 5 വർഷത്തെ ഏറ്റവും തിരക്കേറിയ പ്രവർത്തനക്ഷമമായിട്ടുള്ള ഒരു കാലഘട്ടമായിട്ടാണ് കണക്കാക്കുന്നത്. മനസ്സിലാക്കിയിടത്തോളം ഇതിന് മുമ്പുണ്ടായിരുന്ന കൗൺസിലും അതിനു മുമ്പുണ്ടായിരുന്ന കൗൺസിലും ഒക്കെ തന്നെ ഓരോ ടേം കഴിയുമ്പോഴും പദ്ധതികളും പ്രവൃത്തികളും കൂടുക ചെയ്യുന്നു. ഞങ്ങളുടെ കേസിൽ അത് വളരെ മടങ്ങ് വർദ്ധിച്ചു എന്നുള്ളതാണ്. കാരണം നവകേരളം എന്ന ഉദാത്തമായ വളരെയധികം പുരോഗമനപരമായ ഒരാശയം മുമ്പിൽ വെച്ചുകൊണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ നമ്മൾക്ക് 2021 മുതൽ ഇങ്ങോട്ട് ഓരോ പദ്ധതികളും നടപ്പിലാക്കിയത്. അതിനകത്ത് അതെല്ലാം നടപ്പിലാക്കേണ്ട ചുമതല എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഏറ്റെടുത്ത് ചെയ്തത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഏറ്റവും പ്രവർത്തനക്ഷമവും ഏറ്റവും തിരക്കേറിയതുമായ 5 വർഷമാണ് കടന്നുപോയത്. എല്ലാവരെയും സംബന്ധിച്ചു. പിന്നെ കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച് പുതിയ കുറേ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കുകയുണ്ടായി. നമ്മൾ സംസ്ഥാനത്തിന് പോലും മാതൃകയായിരുന്നു. അഴകൊക്കെ ഓർമ്മയുണ്ടോ ചോദിച്ചു? അഴക് പദ്ധതി, അത് തന്നെ, അതൊക്കെ നമ്മൾ തുടങ്ങി. വി ലിഫ്റ്റ് നമ്മൾ തുടങ്ങി. പുതുമയാർന്ന പദ്ധതികൾ ഒരുപാട്. പകൽ വീടുകൾക്ക് ഒരു ബൈലോ എഴുതിയുണ്ടാക്കിയത് എങ്ങനെ വേണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. അതുപോലെ ഓരോരോ കാര്യങ്ങളും കോഴിക്കോട് കോർപ്പറേഷൻ സംസ്ഥാന സർക്കാർ ഒരു പ്രസ്താവന നടത്തുമ്പോഴേക്കും ഞങ്ങളത് ഇവിടെ ആരംഭിച്ചിരിക്കും. അത് എല്ലാ വകുപ്പും അങ്ങനെ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഹെൽത്ത് ആയാലും ക്ഷേമകാര്യമായാലും അവരൊക്കെ ആ പദ്ധതികൾ അവർ ആവിഷ്കരിച്ച് തുടങ്ങും അപ്പോഴേക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്ത കാര്യങ്ങളെ വാസ്തവത്തിൽ മറ്റു പലരും ചെയ്യുന്ന പോലെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഒരഭിപ്രായം രൂപവൽക്കരിക്കാൻ പോലും ഞങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നില്ല. ചെയ്തു ഉടനെ അടുത്തതിലേക്ക് അഭിനയത്തെ ഓട്ടം. അതുപോലെ ഇങ്ങനെ അച്ചീവ്മെന്റുകൾ വാങ്ങിക്കൂട്ടുമ്പോഴും ഇത് ഒരു സെൽഫ് മാർക്കറ്റിംഗ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. ആരോട് ചോദിച്ച പോലെ മോക്ഷം കിട്ടാനാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്നാരോ ചോദിക്കും. ജനങ്ങൾ അറിയുന്നുണ്ട്. അത് ജനങ്ങൾ അറിയുന്നുണ്ട്. അവിടെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. നമ്മളിത് വലിയ കൊട്ടിഘോഷിച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ ജനങ്ങൾക്ക് തിരിച്ചറിയാം.
എന്തെങ്കിലും ഒരു കാര്യം ചെയ്തില്ല എന്നൊരു സങ്കടം ബാക്കിയുണ്ടെന്ന് ഞാൻ പറയുമ്പോഴേക്കും കേൾക്കുന്നവരെല്ലാം കൂടി ടീച്ചർ അതിന് എത്രയാ ചെയ്തത്, പിന്നെ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വലിയൊരു സമാധാനമാണ്. അതാണ് കോഴിക്കോട് എന്ന് പറയുമ്പോൾ നമുക്ക് പാട്ടിന്റെ നഗരം, സംഗീതത്തിന്റെ നഗരം, സംസ്കാരത്തിന്റെയും സാഹിത്യത്തിന്റെയും നഗരം. ഈ അടുത്ത കാലം വരെ MD വാസുദേവൻ നായർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. കോഴിക്കോട് ഇന്ന് ലോക സാഹിത്യ നഗരമായി മാറിയിരിക്കുകയാണ്. ടീച്ചറുടെയും LDFന്റെയും നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് എക്കാലവും അഭിമാനിക്കാവുന്ന നേട്ടമാണ്. എങ്ങനെയാണ് സാഹിത്യ നഗരത്തിലേക്ക് നമ്മൾ എത്തിയത്? ഇപ്പോഴെന്താണ് അതിന്റെ നില, അവസ്ഥ? ഈ 2004 മുതൽ വാസ്തവത്തിൽ ലോകത്ത് സാഹിത്യ നഗരം പോലെ യുനെസ്കോ കൊടുക്കുന്ന പ്രത്യേക ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക് ഉണ്ട്. അത് നമ്മൾ അറിഞ്ഞു വരുന്നത് കുറച്ച് വൈകിട്ടാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലെ ഏത് കൊച്ചു സ്ഥലങ്ങളും വാസ്തവത്തിൽ ഈ 7 വിഭാഗത്തിലാണല്ലോ ക്രിയേറ്റിവിറ്റി സിറ്റീസ് നെറ്റ്വർക്ക് അംഗീകാരം കൊടുക്കുന്നത്. അപ്പൊ അതില് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ നമ്മളെക്കാളൊക്കെ ദൂരത്തെത്തിയിരുന്നു. നമ്മളിത് അറിഞ്ഞു വരുന്നത് കിലയിൽ നിന്ന് നമ്മുടെ അവിടുത്തെ അർബൻ ചെയർ ഡോക്ടർ അജിത് കാളി. അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു കേട്ടോ, കോഴിക്കോടിനോട് മാത്രമല്ല സകല കോർപ്പറേഷനുകളോടും ഒരുവിധം പെട്ട നല്ല മുനിസിപ്പാലിറ്റികളോടും ഒക്കെ അദ്ദേഹം ഈ വിവരം പറയുകയും ഞങ്ങൾ സഹായിക്കാന്ന് പറയുകയും ചെയ്തു. പക്ഷെ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു മിടുക്കല്ല അത്. ഇതിങ്ങോട്ട് കേൾക്കുമ്പോൾ നമുക്ക് കോഴിക്കോടിനെ കുറിച്ച് അഭിപ്രായമുണ്ടല്ലോ. ഞാനിങ്ങനെ അദ്ദേഹം ഒരു കാര്യം പറയുമ്പോൾ ഞാനൊരു 15 കാര്യം അരമണിക്കൂർ നിർത്താതെ അങ്ങ് പറഞ്ഞു. ഒരുപക്ഷെ ഇന്ന് എനിക്കത് ചോദിച്ചാൽ പറയാൻ കിട്ടില്ലായിരിക്കും. അപ്പൊ പെട്ടെന്നുള്ള സന്തോഷം കൊണ്ട് വന്നതാണ്. നമ്മുടെ കോഴിക്കോട് എന്താണ് എന്ന് പറയാനുള്ള താല്പര്യം കൊണ്ട്. അപ്പൊ അദ്ദേഹം തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഓ, ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് സാഹിത്യ നഗരം പദവിക്ക് അപേക്ഷിക്കാമല്ലോ. ഇനി നിങ്ങളടക്കം, പത്രക്കാരടക്കം, ചാനലടക്കം, ഇവിടുത്തെ എല്ലാ സംഘടനകളും ഒക്കെ ആ ന്യൂസ് പത്രത്തിൽ വന്നതോടുകൂടി എന്തുമാത്രം വിളികളും ഞങ്ങൾ കൂടെയുണ്ട്, മുന്നോട്ട് പോണ മേയർ, ഞങ്ങൾ കൂടെയുണ്ട്. അത് വലിയൊരു കരുത്തല്ലേ ആലോചിച്ചു. ഒരു നഗരം മുഴുവനും അതിലെ എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ടവരും അങ്ങനെ നമുക്ക് യുനെസ്കോയ്ക്ക് ഒരു പദവി കിട്ടുകയാണ്, നമുക്ക് നോക്കണം കേട്ടോ, ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് തന്ന ഒരു ഊർജം അത് ഒട്ടും ചെറുതല്ല. കാരണം എന്താ അറിയോ, നമുക്കിതിൽ പരിചയമില്ലല്ലോ. ആദ്യമായിട്ടുള്ള അനുഭവമാണ്. വായിച്ചെടുത്ത് ദശാഭിമാനിന്നും മാതൃഭൂമിന്നും മനോരമയിന്നും ഒക്കെ എല്ലാ പത്രങ്ങളിൽ നിന്നുമുള്ള ബ്യൂറോ ചീഫുമാരെ നമ്മൾ വിളിക്കുകയും അവരെ മീറ്റിംഗ് നടത്തുകയും അവരെല്ലാവരും ഇത് ആവേശപൂർവ്വം ഏറ്റെടുക്കുകയും ചെയ്തു. നമ്മുടെ മന്ത്രിമാരാവട്ടെ, MLA മാരാവട്ടെ, നമുക്ക് 3 മന്ത്രിമാരുണ്ട്. കാരണം അന്ന് ദേവർകോവിൽ മന്ത്രിയാണ്. അവരൊക്കെ നമുക്ക് പരിപൂർണ സപ്പോർട്ട് തന്നു. അവരെല്ലാം ഇതെന്താണെന്ന് നമ്മളിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കി നമ്മളോട് ഓൺലൈനായിട്ട് സംസാരിച്ചു. അങ്ങനെ കോഴിക്കോട് മുഴുവൻ ജനസമൂഹവും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, പ്രത്യേകം പറയാം, പ്രതിപക്ഷത്തിനൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അവരുടെ സപ്പോർട്ട് എല്ലാവരും ഒരുമിച്ച് നിന്നു. അതുകൊണ്ട് നമുക്കിത് കിട്ടിയെന്നേ ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് നമുക്കിത് കിട്ടി. എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ പോലും കൗൺസിൽ എനിക്ക് പരിപൂർണമായിട്ടൊരു സ്വാതന്ത്ര്യം തന്നു. മേയർ എങ്ങനെയാണോ പറയുന്നത് ആ രീതിയിൽ പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം കൗൺസിൽ തന്നു. പ്രദീപ് കൂടെ നിന്നു. ഒരു ശക്തിയായിരുന്നു എനിക്ക്. അങ്ങനെ ഒരാൾ നമ്മുടെ കൂടെ, പ്രദീപിനെ പോലെ ഒരാള് നമുക്കത് ഇങ്ങനെ ചെയ്യാമെന്ന് പറയുന്നത് ഒരു ശക്തിയായിരുന്നു. അപ്പൊ ആ രീതിയിൽ നമ്മൾ വേണ്ട രീതിയിൽ പ്രവർത്തിച്ച് അതിനൊക്കെ നമുക്ക് കിലയുടെ സപ്പോർട്ട് കിട്ടി. എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരെയും വിളിച്ച് അന്വേഷിച്ചു. ഡൽഹിയിലൊക്കെ പലവട്ടം പോയി. ഡോക്ടർ സതീഷ് നമ്പൂതിരിപ്പാട് സംസ്കാര വകുപ്പിന്റെ അത് തന്നെ, അദ്ദേഹം ഒക്കെ നമുക്ക്, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന IAS ഓഫീസേഴ്സ്, നമുക്ക് ഇവിടെ അന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റും. നമ്മുടെ മുരളീധരൻ അന്ന് ആ സമയത്ത് മുരളീധരൻ മന്ത്രിയായിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു. അത് സാറിന്റെ വീട്ടിൽ നമ്മൾ പോയി കണ്ടു. അദ്ദേഹവും നല്ല കാര്യമാണല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് പിന്തുണ തന്നു. അങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പവർമയൊക്കെ ശരിക്ക് സന്തോഷത്തോടെ അഭിപ്രായം പറഞ്ഞു. നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ചോദിച്ചൊരു ചോദ്യം എനിക്ക് മറക്കാൻ പറ്റില്ല. കോഴിക്കോടല്ലാതെ ഇപ്പൊ കേരളത്തിൽ ഏത് സിറ്റിക്കാ സാഹിത്യ നഗരം എന്നുള്ള പദവിക്ക് അർഹതയുള്ളതെന്ന് അദ്ദേഹം ഒരു ചോദ്യം. നമുക്ക് അഭിമാനിക്കാവുന്ന. അപ്പൊ അത് പറയാൻ വെറുതെ പറയല്ലോ, വായിക്കുന്ന ആളല്ലേ. അപ്പൊ ഇതൊക്കെ തന്നൊരു ഊർജ്ജം ഉണ്ടല്ലോ. അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ഥാനം കിട്ടാനുള്ള ഒരു കാരണം. ഇനി അത് കിട്ടിയാൽ നമ്മളിത് കൊണ്ട് നടക്കണം, നിലനിർത്തുന്നതിലും എനിക്ക് ഭാഗ്യമുണ്ടെന്നാണ് ഞാൻ പറയാം. നമ്മുടെ ഈ തിരക്കില് നമുക്ക് പല കാര്യങ്ങളും വേണ്ട പോലെ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മുടെ നാട്ടുകാർ ഇതൊക്കെ ഏറ്റെടുത്ത് നടത്തുകയാണ്. ജനങ്ങൾക്ക് എല്ലാവർക്കും സ്കൂളുകളിൽ സാഹിത്യോത്സവം, സ്കൂളുകളിൽ സാഹിത്യ ക്വിസ്, PTA-കൾക്ക് സാഹിത്യ ക്വിസ്, ഏത് മുക്കിലും മൂലയിൽ നമ്മുടെ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജില് അവരൊരു സാഹിത്യോത്സവം നടത്തും. പ്രത്യേക കേരളത്തിലെ ആദ്യത്തെ ദിവസം ആ കോളേജ് ക്യാമ്പസിൽ ശരിക്കും നമ്മുടെ KLF ഒക്കെ നടത്തൂലേ, അതിന്റെ ഒരു ചെറിയ പതിപ്പ് എല്ലാ മേഖലയിലുള്ളവരെ വിളിച്ചുകൊണ്ട് വന്ന്
ശൈക്ഷണികമായും വൈജ്ഞാനികമായും സാഹിത്യപരമായും കലാപരമായുമുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ആ കുട്ടികൾ ഗംഭീരം പരിപാടി അവതരിപ്പിച്ചത്. അതൊക്കെ നമുക്ക് മറക്കാൻ പറ്റില്ല. എങ്ങനെയാ കോഴിക്കോട് അതിനെ ഏറ്റെടുത്തതെന്ന്. ഇനി കോഴിക്കോട് മാത്രം, മലപ്പുറത്തുള്ള ചെറുപ്പക്കാർക്ക് നിർബന്ധം കോഴിക്കോട് നമുക്ക് മലബാർ മഹോത്സവം എന്ന് പറഞ്ഞൊന്ന് ഇവിടെ ആഘോഷിക്കണം. അവരിവിടെ വന്ന് ആഘോഷിച്ചു. മലബാർ മൊത്തത്തില് സന്തോഷിക്കുക, ഏറ്റെടുത്തു. അതാണ് ഏറ്റവും വലിയ നിറവ് എന്നെ സംബന്ധിച്ച്. ഇനി അത് കൊണ്ടുപോയിക്കൊള്ളും. മേയേഴ്സ് കോൺഫറൻസിൽ മേയർമാർ പങ്കെടുക്കൽ സ്വാഭാവികമാണ്. പക്ഷെ സാഹിത്യ സമ്മേളനത്തിലും ലോക സാഹിത്യോത്സവത്തിൽ പങ്കെടുത്ത ഒരു മേയറേ ഉണ്ടാവും. ഈ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? അത് പക്ഷെ അവിടെ കുറെ മേയർമാര് വരും. അവിടെയൊക്കെ അവർ മേയർമാര് വരണത് ശാഠ്യം പിടിക്കും. അതാണ്. അല്ല, പക്ഷെ ഈ സിറ്റികളിലെ മേയർമാർക്കല്ലേ അവരൊക്കെ. അപ്പൊ അവിടെയൊക്കെ എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാല്, നമ്മളെ പൊക്കി പറയുമെന്നല്ല ഞാൻ, അവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെക്കാളും എത്രയോ വലിയ കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ചെക്കോസ്ലോവാക്യയിലായിരുന്നില്ലേ? ചെക്കോസ്ലോവാക്യയിലല്ല, നമ്മൾ ആദ്യം പോയത് ഇവിടെ പിന്നെ ബ്രാഗയില്, പോർച്ചുഗലില്. രണ്ടാമത് പോയത് പാരീസില്. അപ്പൊ അതുകൊണ്ട് അവിടെയൊക്കെ ചെയ്യുന്നതിനേക്കാൾ ഏറെ ഇന്ന് നമ്മളെ കോഴിക്കോട് കൂടുതൽ ജനപ്രാതിനിധ്യത്തോടു കൂടി സാഹിത്യത്തിന്റെ എല്ലാ വശങ്ങളും, സംഗീതമൊക്കെ സാഹിത്യവുമായി ബന്ധപ്പെട്ടതാണല്ലോ. അതിപ്പോ കാർട്ടൂൺ മുതൽ, വര മുതൽ, ശില്പം മുതൽ, നാടകം മുതൽ എല്ലാം, വൈജ്ഞാനിക മേഖല എടുത്താൽ അതിലും കോഴിക്കോട് അല്ലെങ്കിൽ മലബാർ മുമ്പിലാണെന്ന് എനിക്ക് തോന്നുന്നത്. അവരൊക്കെ ഒരു പരിപാടിയായിട്ടൊക്കെ അവതരിപ്പിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 3-4 കുട്ടികൾ, നാടൻ മക്കള്, അവരിങ്ങനെ അവരുടെ കയ്യിലുള്ള ഒരു പ്രാദേശികമായിട്ടുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് അതൊക്കെ വെച്ചുകൊണ്ടൊരു കുന്നിന്റെ മുകളിൽ പോവാണ്. എന്നിട്ട് അവിടെ നിന്നിട്ട് അവരുടെ ആ പാട്ടുകൾ ഇങ്ങനെ പാടുക. അപ്പൊ ഞാൻ വിചാരിക്കുക, നമ്മുടെ ഇവിടെ നടക്കുന്ന പാട്ടുകള് നമ്മളെ നാടൻ പാട്ട് പാടുന്ന നമുക്ക് മാനാഞ്ചിറയിലും ബീച്ചിലും ഒക്കെ അങ്ങനെയായി വികസിപ്പിക്കാം. നമുക്ക് നടക്കുന്നത് നമുക്ക് അറിയില്ല ശരിക്കും എത്രയാണ് കോഴിക്കോട് നടക്കുന്നത്. അതിന് മാത്രം പരിപാടികൾ ഈ കുറ്റിച്ചിറയിലും നമ്മുടെ ആ ഭാഗത്തേക്കൊക്കെ പോയാൽ, നമ്മൾ പോയാല് പഴയ ഗ്രാമഫോണില് അതും വെച്ചിട്ട് പാട്ട് കേട്ടിരിക്കുന്ന ആളുകൾ, ഹാർമോണിയവും തബലയും മിനിമം ഉണ്ടാവും. അപ്പൊ രാത്രിയിൽ ആ തട്ടുമോളിൽ നിന്നൊക്കെ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കുക, എന്തൊരു നഗരായത്, എന്തൊരു നഗരം നഗരം മഹാസാഗരം ഭാസ്കര മാഷിന്റെ വരിക. തീർച്ചയായിട്ടും ഈ സംസ്കാരം സാമൂഹ്യമായിട്ടുള്ള ആരോഗ്യം കൊണ്ടുവരും, ജനാധിപത്യത്തിനെ ഉന്മേഷദായകമാക്കും. അതുപോലെ തന്നെയാണ് ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടേണ്ടത്. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ നേരത്തെ കേട്ടിരുന്ന ഒരു മാലിന്യം, ദുർഗന്ധമായിരുന്നു. പക്ഷെ ഇപ്പോഴേ അഴക് എന്ന് പറയുന്ന ഒരു പദ്ധതി വന്ന് കോഴിക്കോടിനെ മാറി. കോഴിക്കോടിന്റെ തെരുവുകൾ നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട്. അതുപോലെ 700ഓളം വെൽനസ് സെന്ററുകൾ, 24 വെൽനസ് സെന്ററുകൾ, 700 ഹരിതസേന അംഗങ്ങൾക്ക് കോർപ്പറേഷൻ ഫണ്ടിൽ നിന്ന് വേതനം കൊടുക്കുന്ന പദ്ധതി. എങ്ങനെയാണ് ഈ പുതുമയാർന്ന പദ്ധതിയിലേക്ക് എത്തിയത്? കോഴിക്കോടിന് ആരോഗ്യത്തിലേക്ക് നയിച്ചത് എങ്ങനെ? ഞാനൊരു നമ്മുടെ G20 വന്ന സമയത്ത് നമുക്കൊരു U20 ഉണ്ടായിരുന്നു, അർബൻ 20. അതിനകത്ത് 3 ദിവസത്തെ പരിപാടിയായിരുന്നു. 105ഓളം രാജ്യത്തെ ആൾക്കാർ പങ്കെടുത്തിരുന്നു. അതിനകത്ത് കൊച്ചു രാജ്യങ്ങളും വലിയ രാജ്യങ്ങളും ഒക്കെ ഉണ്ട്. ചൈനയും അവിടെ സിറ്റീസ്, രാജ്യങ്ങളല്ല നഗരങ്ങൾ, ചെറുനഗരങ്ങൾ. അപ്പൊ ചൈനയിൽ തന്നെ 2-3 നഗരങ്ങൾ ഉണ്ടാവും. അത് ഡൽഹിയിൽ നടക്കുമ്പോൾ എനിക്കൊരു 3 ദിവസവും എനിക്ക് പരിപാടി ഉണ്ടായിരുന്നു. അതതിന്റെ പ്രത്യേകത. പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ട് നമുക്കതിനൊക്കെ പുതുമയാർന്ന രീതിയിൽ യുക്തിസഹമായിട്ട് അവതരിപ്പിക്കാൻ നമുക്ക് പല കാര്യവും കഴിഞ്ഞപ്പോൾ നമ്മളുടെ പ്രസന്റേഷനിലൊക്കെ ആ പുസ്തകം, ആ പഴയ പുസ്തകം, ആദ്യം അടിച്ച പുസ്തകത്തിന്റെ പേജ് വെച്ചിട്ടാണ് ഞാൻ ആ പ്രസന്റേഷൻ ഒക്കെ പറയുന്നത്. 10 മിനിറ്റേ ഉള്ളൂ എന്ന് ആലോചിക്കണം. 10 സ്ലൈഡേ ഉണ്ടായിരുന്നു. അവരൊക്കെ വളരെ വേഗത്തിൽ അത് എഴുതിയെടുക്കുക. ഞാൻ ആലോചിക്കുക അവിടെ വന്ന ആൾക്കാര്. അത് കഴിഞ്ഞ് 2ാമത്തെ ദിവസം നമ്മൾ നമ്മുടെ ഹരിതകർമ്മ സേനയെ കുറിച്ച് ഞാൻ പറഞ്ഞു. വേസ്റ്റ് മാനേജ്മെന്റ് ആയിരുന്നു ഒരു പ്രശ്നം. കോഴിക്കോട് ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞ് പുതിയൊരു കാര്യമായിട്ട് ഞാൻ അവതരിപ്പിച്ചത് ഈ ഹരിതകർമ്മ സേന, HKS. സംസ്കൃതം ഇന്ത്യക്കാർക്കൊക്കെ മനസ്സിലായി. ഞാൻ ഇംഗ്ലീഷുകാർക്ക് വേണ്ടി ഗ്രീൻ ടെക്നീഷ്യൻസ് എന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത്, വളരെ കുറച്ച്. എല്ലാവരും ആ മീറ്റിംഗ് കഴിഞ്ഞ് എന്നോട് അതിന്റെ പിന്നാലെ അത് എന്താണെന്ന് അറിയാൻ ചോദിച്ചു. നമുക്കിത് കുറച്ച് നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും മറ്റുള്ള ആൾക്കാർക്ക് ഇതൊക്കെ വലിയൊരു അത്ഭുതമാണ് ശരിക്കും. ആ സ്ത്രീകൾക്ക് നമ്മൾ എല്ലാം കൊടുക്കുന്നു, എല്ലാ സൗകര്യവും കൊടുക്കുന്നു. എന്നിട്ട് അവർക്ക് ഇപ്പൊ അവരുടെ കോർപ്പസ് ഫണ്ടൊക്കെ കോഴ്സായി. കോർപ്പസ് ഫണ്ട് അത്രയായി. ആകെ 10-1 അവർ ഓരോരുത്തരും ഇടണം. അപ്പൊ 10 എത്ര ഇട്ടു എന്നുള്ളത് കണക്കുണ്ടാവും. ഇതനുസരിച്ച് അവർക്ക് കൊടുക്കുകയും ചെയ്യും തിരിച്ച്. അപ്പൊ അങ്ങനെയൊക്കെ ആയി നമ്മൾ വരുന്നു എന്നത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് വൃത്തി കോൺക്ലേവില് കോഴിക്കോട് ജില്ലക്ക്, കോഴിക്കോട് കോർപ്പറേഷന് അവാർഡ് കിട്ടിയത്, പുരസ്കാരം കിട്ടി. പിന്നെ ജനങ്ങള് കാര്യം എല്ലാരും ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ കുറ്റം പറയുമെങ്കിലും ഞാൻ മനസ്സിലോർക്കണം എന്താ അറിയോ, ഇത്ര അധികം ആൾക്കാര് നമുക്ക് ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ആ വേസ്റ്റ് ഒക്കെ തരുന്നില്ലേ, പിന്തുണക്കുന്നുണ്ട്. ഇത്ര ആൾക്കാര് നമ്മളെ പിന്തുണച്ചുകൊണ്ടല്ലേ നമ്മുടെ നഗരം ഇങ്ങനെ കിടക്കുന്നത്. ആളുകളുടെ മനോഭാവം തീർച്ചയായിട്ടും നല്ല മാറ്റമുണ്ട് ജോജോ. എനിക്ക് അതിന്
കാര്യം ചിലരൊക്കെ ഇങ്ങനെ കുറ്റം പറയും ഇങ്ങനെ കൊണ്ടിടുന്നു എന്നൊക്കെ. അത് നമ്മൾ കുറച്ചും കൂടി ഒന്ന് സിവിലൈസ്ഡ് ആവാനാണ്, ഇത്രയും കൂടി ഒരു സാംസ്കാരിക പറഞ്ഞല്ലേ, അതിൽ കുറച്ചുകൂടി നമ്മളൊന്ന് മാറേണ്ടതുണ്ട്. ഞാൻ പറയുന്ന ഒരു 2 കൊല്ലം കൊണ്ട് നമ്മുടെ ഈ വെച്ചിരിക്കുന്ന സ്റ്റീലിന്റെ ഇതില്ലേ ബിന്നില്ലേ, അതിൽ ഈ വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ജോജോ കണ്ടോ, നമ്മുടെ ആൾക്കാര് അവർ മനസ്സിലാക്കും, മാറുന്നു. എത്ര മാറി? 2021 അല്ലല്ലോ. ഇത്രയേറെ മാറാമെങ്കിൽ പിന്നെയാണോ ഒരു 10 ബിന്നിന്റെ അകത്ത് ആരോ കൊണ്ടിടുന്നു എന്ന ഞെളിയമ്പറമ്പ് പ്ലാന്റ് BPCL-മായി കരാറായി അല്ലേ? അതൊരു ഞാൻ പറയില്ലേ, എനിക്ക് എന്റെ ഹൃദയത്തിലെ ഒരു വ്രണമായിരുന്നു ശരിക്കും ഞെളിയമ്പറമ്പ്. എന്തിന് ഇത്രമാത്രം ഏറ്റെടുക്കണം എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. 5 വർഷത്തേക്കാവുന്ന ഒരു മേയർ, എനിക്കും കൂടെ ജീവിക്കണം നഗരാണിത്. അപ്പൊ ഈ നഗരത്തില് ഇങ്ങനൊരു കാര്യം വന്നില്ലെങ്കിൽ നഗരം മൊത്തമാണ് നാറുക, അല്ലാണ്ട് ആ ചെളിയമ്പറമ്പ് മാത്രമല്ല. അതാലോചിക്കുമ്പോൾ നമുക്കതിനൊരു വേണ്ട രീതിയിൽ പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള നമ്മുടെ വേദനയിലാണ് BPCL-കാർ വന്ന്. അതും അതിന്റെ മാനേജീരിയൽ പോസ്റ്റിൽ നമ്മളെ കോഴിക്കോടുമായിട്ട് ബന്ധമുള്ള ഒരാൾ കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന് താല്പര്യമല്ലേ. ഈ താജില് അവര് വന്നു, നമുക്കൊരു കുറവും തോന്നിയില്ല. നമ്മുടെ ഇദ്ദേഹം ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു ഞങ്ങൾ വേഗം എല്ലാവരും കൂടെ പുറപ്പെട്ട് അങ്ങോട്ട് ചെന്നു. അവിടെ ഇരുന്ന് നമ്മൾ ചർച്ച ചെയ്തു. നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ ആവശ്യം പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട്ടെ ജനങ്ങളുടെ ആവശ്യം. അത് നിർവഹിച്ചു കൊടുക്കാനാണല്ലോ നമ്മളെയൊക്കെ ഓരോ സ്ഥാനത്ത് ഇരുത്തിയിരിക്കുന്നത്. ഞാൻ ആ ആസ്പെക്റ്റിലാണ് കണ്ടത്. അതുകൊണ്ട് അവിടെ ഒരു കുറവുമില്ല. എങ്ങനെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ആരെടുത്ത് പോവാന്നാണ്. ഏത് ഓഫീസിൽ ഞാൻ കയറിച്ചില്ല, മേയറാന്നുള്ള ജാട വെച്ച് മാറിയിരിക്കുക, എൻ്റെ ഓഫീസിലേക്ക് ഇങ്ങോട്ട് വരട്ടെ, ഇങ്ങനെയൊന്നും കണ്ടില്ല. അങ്ങനെ അവിടെ ചെന്ന് കണ്ടപ്പോൾ അവർ വളരെയേറെ പോസിറ്റീവായിട്ട് പ്രതികരിച്ചു. നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ KSWP ഉണ്ടല്ലോ, SWMP, അതിനകത്ത് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്ട് പ്ലാന്റ്. അപ്പൊ അവര് വളരെ കർശനമായി നോക്കിയിട്ട് ചെയ്യുള്ളൂ. നമ്മുടെ ഈ 10-17 ഏക്കർ ആയിട്ടുള്ള നമ്മുടെ ഞെളിയമ്പറമ്പിലെ എത്രയോ കൊല്ലങ്ങൾ, 60-70 കൊല്ലങ്ങളായി ഭൂമിയുടെ അടിയിലേക്ക് നമ്മൾ കുഴിച്ചിട്ടതും അതിന്റെ മുകളിൽ കൂടി ഇട്ടതുമായിട്ടുള്ള എല്ലാ ലെഗസി വേസ്റ്റിനെയും അവർ റിമൂവ് ചെയ്യും എന്നറിഞ്ഞപ്പോൾ എനിക്കുണ്ടായൊരു അഭിമാനവും സന്തോഷവും സമാധാനവും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതവർ മാറ്റും. മാലിന്യത്തിൽ നിന്നുള്ള ഒരു മോചനം അതാണ്. നമ്മുടെ ഞെളിയമ്പറമ്പിനെ നമുക്കൊരു ഞെളിയമ്പറമ്പായി തന്നെ തിരിച്ച് പഴയ രീതിയിൽ നല്ല മണ്ണുള്ള ഞെളിയമ്പറമ്പായി നമുക്ക് കിട്ടും. നമ്പർ 1. നമ്പർ 2, എവിടെ വേണം BPCL പ്ലാന്റ് പണിയാൻ? അവർക്ക് 7-7.5 ഏക്കർ സ്ഥലം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഇഷ്ടമുള്ളിടത്ത് എടുക്കാം എന്നാണ്. പക്ഷെ അവരെടുത്തപ്പോൾ പല സൗകര്യങ്ങളും അവിടെ ഉള്ളത് ശരിയാവാതെ പോയി. തിരുവനന്തപുരത്ത് പോയി, അവിടെ പോയി ഒന്നുകൂടെ മീറ്റിംഗ് വിളിച്ചു. നമ്മുടെ എഞ്ചിനീയർ രമേശ് ഇവിടെ KSWMP-യുടെ മാനേജർ, അദ്ദേഹം പഴയ ഇവിടുത്തെ എഞ്ചിനീയറാണ്. അദ്ദേഹവും വെങ്കടേഷ് എന്ന് പറഞ്ഞ വേറൊരു എഞ്ചിനീയർ, അവർ രണ്ടുപേരും ചേർന്നിട്ട് അവരുടെ കയ്യിലുള്ള ആധുനിക സംവിധാനം ഉപയോഗിച്ച് അവർ കംപ്ലീറ്റ് വരച്ചിട്ട് 2-3 പ്ലാൻ അവര് BPCL-ന് വരച്ചങ്ങ് കൊടുത്തു. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായതൊരു പ്ലാൻ ആയിരുന്നു, അത് തന്നെ BPCL ഇഷ്ടം അംഗീകരിച്ചു. അങ്ങനെ വന്നപ്പോ വലിയ സമാധാനമായി, നല്ലൊരു ഭംഗിയില്ല. ശരിക്കും നമ്മള് അമേരിക്ക പറയല്ലേ, അമേരിക്ക നയിക്കുന്ന നാടുകൾ, അതിൽ ആ നടുക്കുള്ള ഭാഗം വലുതാണല്ലോ അമേരിക്ക, അതുപോലെ കിടക്കുന്നു ഇപ്പൊ BPCL-ന്റെ പ്ലാന്റ്. മുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ മേലെയായിട്ടുള്ള ഭാഗം മുഴുവൻ നമുക്ക് ഇപ്പൊ ചെയ്യുന്ന പോലെ ജൈവ മാലിന്യം കൊണ്ടുപോയിട്ട് വളമാക്കി മാറ്റുന്ന സംവിധാനം അതവിടെ ഇപ്പൊ നടക്കുന്നു. അത് ഞങ്ങൾ ഈ സൗകര്യം ചെയ്തു കൊടുക്കും ആ കുട്ടിക്ക്. അങ്ങനെ അത് നന്നായിട്ട് നടക്കും. അപ്പൊ പ്ലാന്റ് വരുമ്പോഴേക്കും, പ്ലാന്റ് വന്നു കഴിഞ്ഞാലും ഇങ്ങനെ ഒരു സംവിധാനം ബദലായി അവിടെ ഉണ്ടാവുകയും പ്ലാന്റ് ഭംഗിയാവുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന കംപ്രസ്ഡ് ബയോഗ്യാസ് വിറ്റ് പൈസ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ നടക്കും. നഗരത്തിലെ ഭരണാധികാരികൾ എപ്പോഴും കേട്ട ആക്ഷേപമായിരുന്നു മെഡിക്കൽ കോളേജിലെ മാലിന്യ ജല സംസ്കരണമായി. അതെ, അതിനും ഒരു പരിധിവരെ ഇപ്പോൾ പരിഹാരമായി കഴിഞ്ഞു. പിന്നെ 2.1 MLD ഞങ്ങൾ വരുന്നതിന് മുമ്പേ തുടങ്ങിയതാണെങ്കിൽ അത് നമ്മൾ കംപ്ലീറ്റ് ആക്കി, അതിന്റെ എല്ലാ പ്രശ്നങ്ങളും തീർത്തു, തർക്കങ്ങൾ പരിഹരിച്ചു, അതിനകത്ത് വേണ്ട കാര്യങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് പൈസ വെച്ചു. 1 MLD വേറൊന്നും ചെയ്തു. ഈ 2.1 MLD-യിൽ ഒരു ഇലക്ട്രോളിറ്റിക് പ്രോസസ്സാണ് ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് 2 തരത്തില്, അതായത് നെറ്റ്വർക്ക് വഴി പൈപ്പ് വഴി കൊണ്ടുവരുന്ന മാലിന്യവും സംസ്കരിക്കാം, നമ്മൾ വേറെ ലോറിയിൽ കൊണ്ടുവരുന്ന മാലിന്യവും സംസ്കരിക്കാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ കൂടി അത് ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ നിരന്തരം ശ്രദ്ധ വേണം അതിന്. അടുത്ത പ്രാവശ്യമൊക്കെ വരുമ്പോഴേക്കും ആ നിരന്തര ശ്രദ്ധ എന്നതിന് ഒരു വർക്കിംഗ് എന്താ പറയുക, ഒരു ചാർട്ട് ഉണ്ടാക്കണം ഇവർക്ക്. ഡെയിലി അത് റിപ്പോർട്ട് ചെയ്യണം അവര്. ഡെയിലി അവിടെ എഴുതി വെച്ചാൽ പോരാ, അത് ഇവിടേക്ക് അയക്കണം. നമ്മൾ പോകേണ്ട ആവശ്യമൊന്നുമില്ല, ശരിയല്ലേ? അങ്ങനെ ആ രീതിയിൽ അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത് കൊണ്ടുവന്നില്ലെങ്കിൽ അത് വീണ്ടും നമുക്ക് തലവേദനയാവും. കോഴിക്കോടിന്റെ ഈ 5 വർഷത്തിൽ ചിലപ്പോ ഭാവി കോഴിക്കോട്ടുകാർ വീക്ഷിക്കുന്ന ഏറ്റവും നല്ല മാറ്റം എന്ന് പറയുന്നത് കല്ലുത്താങ്കടവിലേക്ക് മാർക്കറ്റ് മാറ്റിയതാണ്. ഒരു ആധുനിക മാർക്കറ്റ്, നമ്മുടെ പാളയത്തെ ഇടുങ്ങിയ തെരുവിൽ നിന്ന് ജനങ്ങൾക്കും നാട്ടിനും ആകെ മോചനം. എങ്ങനെയാണ് ആ പദ്ധതിയിലേക്ക് എത്തിയത്? അത് യാഥാർത്ഥ്യമായി 2002 അതിന്റെ ബീജാഭാവം നടക്കുക.
നമുക്കതിൽ നിന്ന് ഉദ്ദേശം ചേരിയെ നിർമ്മാർജ്ജനം ചെയ്യണം. കോഴിക്കോട്ട് അറിയപ്പെടുന്ന ഒരു ചേരി ആയിരുന്നല്ലോ അത്. അപ്പൊ അത് നമുക്ക് മാറ്റിയേ പറ്റൂ എന്നുള്ള നമ്മുടെ ഒരു ഉദ്ദേശം. അതിനു വേണ്ടി തുടങ്ങിയപ്പോൾ നമ്മൾ എന്ത് കരുതി, ഇത് പണിത് തരുന്നവർക്ക് നമ്മൾ സ്ഥലം കൊടുക്കാം. അങ്ങനെ സ്ഥലം കൊടുത്തുകൊണ്ട് നല്ല ഒരു പച്ചക്കറി മാർക്കറ്റ് വരണമെന്ന് തുടങ്ങിയിട്ട് 10-23 കൊല്ലം മുമ്പാണ്. എന്നിട്ട് 2019 ആയപ്പോൾ അതിന്റെ ആദ്യ ഘട്ടം പൂർത്തിയായി. ഇവരെ മുഴുവനും നല്ല ഫ്ലാറ്റുകളിലേക്ക് മാറ്റി പുനരധിവസിപ്പിച്ചു. അത് വലിയൊരു ഘട്ടമല്ലേ. ഇന്ത്യ മുഴുവൻ എന്തോ ഒരു പ്രശംസയായിരുന്നു അറിയോ. അത് നടന്നു 19. ഞങ്ങൾ വരുന്നു 21. 20 എന്ന് പറഞ്ഞാൽ ഡിസംബർ 21 ആദ്യം മുതൽ കൂട്ടാൻ നമുക്ക്. നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ടാസ്ക് ഇവർക്ക് വേണ്ടത്ര സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കണമായിരുന്നു. അക്വിസിഷന് വേണ്ടിയിട്ടൊക്കെ കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് തീരുമാനം എടുത്ത് വെച്ചിരുന്നു. അതിന് വേണ്ട പണം കൊടുക്കാൻ ആ സമയത്തില്ല. അങ്ങനെ അതിന്റെ പണം ഞങ്ങൾ വേഗം തന്നെ കൊടുത്തു തീർത്തു. ആ പൈസ എടുത്ത് അവർക്ക് പറഞ്ഞ സ്ഥലം മുഴുവൻ അവർക്ക് കിട്ടി. അപ്പോഴേക്കും അവർ ഇതിന്റെ പ്രവൃത്തി ആരംഭിച്ചു. പല വട്ടം അവരുടെ പ്രസന്റേഷനുകൾ കണ്ടിട്ടും എന്നിട്ടും നമുക്ക് വ്യക്തമായില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് നമ്മൾ പറഞ്ഞ എല്ലാ വ്യവസ്ഥകളും നമ്മളെല്ലാവരെയും ഷോപ്പ് ഓണേഴ്സിനെ വിളിച്ചു വരുത്തി, അവിടുത്തെ തൊഴിലാളികൾ വിളിച്ചു വരുത്തി, അവിടുത്തെ ഓട്ടോറിക്ഷക്കാരെ വിളിച്ചു വരുത്തി, അവിടുത്തെ ഫുട്പാത്ത് കൈകാര്യം ചെയ്യുന്നവര്, ഇവരെല്ലാവരെയും നമ്മൾ വെവ്വേറെ വിളിച്ചു വരുത്തി അവരുടെ പരാതികൾ കേട്ട്, എല്ലാ വിഭാഗത്തിലുള്ള പരാതികൾ കേട്ട് അതിനുള്ള പരിഹാരം നമ്മൾ ഈ കാഡ്കോ എന്ന് പറയുന്നവരാണ് ചെയ്യുന്നത്, ഏജൻസ്, അവരുമായി ചർച്ച ചെയ്തു. അഗ്രിമെന്റ് പ്രകാരം വാസ്തവത്തിൽ അവർ പറയുന്ന പൈസ ഈ കച്ചവടക്കാർ കൊടുക്കണം എന്നാണ്. അത് ഞങ്ങൾ മാറ്റിച്ചു. എന്നിട്ട് മിനിമത്തിലേക്ക് കൊണ്ടുവന്ന് 80 കൊടുത്താൽ മതി, ഡെപ്പോസിറ്റ് കൊടുക്കണ്ടെന്നും 1 കൊല്ലത്തെ മൊറട്ടോറിയം കൊടുക്കാമെന്നും. അപ്പൊ 2ാം കൊല്ലവും കഴിഞ്ഞ് ഇനി 3ാം കൊല്ലം അവർക്ക് എന്ത് കൊടുക്കണ്ടു, ഇതിന് തുക കൊടുക്കണ്ടു. അത് ഡെപ്പോസിറ്റ് ഒന്നും ഇല്ല. കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്പോസിറ്റ് മാത്രം. നമ്മൾ കൊണ്ടുപോകുന്ന 156 പേർക്ക് നമ്മളുടെ. അപ്പോഴാണ് അനുബന്ധമായിട്ടുള്ള ആൾക്കാരെല്ലാരും വന്നു. അവർക്കും ആ സെറ്റിൽമെന്റിൽ ഞങ്ങൾ തയ്യാറായി. അവരോടും ഇതേ വാടകയെ വാങ്ങും. അത് വലിയ കാര്യമല്ലേ. ഡെപ്പോസിറ്റ് അവർക്ക് മറ്റൊരു പറയുന്ന അനുസരിച്ച്. ആധുനിക കോഴിക്കോടിന്റെ ഒരു വലിയ മാറ്റാണ് കല്ലുത്താങ്കടവും മാർക്കറ്റ്. അത് ശരിക്കും മാറ്റം എന്ന് പറഞ്ഞാലേ ഒരു പിടിവാശി ഇല്ലാതെ നമ്മൾ ഏറ്റവും അധികം സമന്വയത്തോടെ സമവായത്തോടെ അവരോടൊരു ഇത്ര പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. മുസഫറൊക്കെ അവസാനം സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു, മുസഫറെ നിന്റെ ഈ സംസാരം കേട്ടാ എല്ലാരും വീണു പോകും. ശരിക്കും അത്ര നന്നായിട്ടാണ് മുസഫർ ആ കച്ചവടക്കാരൻ, ഡെപ്യൂട്ടി മേയർ, ഞാനിങ്ങനെ സ്ഥാനം പറയാൻ മറന്നുപോവാണ്. അത്ര നന്നായിട്ട് അവരോട് സംസാരിച്ചു. ഞങ്ങൾ രണ്ടുപേരും ആദ്യം ഞാൻ വളരെ സാവധാനത്തിൽ തുടങ്ങി പിന്നീട് അങ്ങനെ ഒരു എന്താ പറയാ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അവരോടുള്ള മൂവ്മെന്റില്. കാരണം അവരെ പ്രകോപിപ്പിക്കാനോ അവരെ ചീത്ത പറയാനോ ഒന്നും നമ്മൾ ഇല്ല. കാരണം അവരുടെ ജീവിത വൃത്തിയാണ് നഷ്ടപ്പെടുന്നത്. അവർക്ക് ആകാംക്ഷ സ്വാഭാവികമാണ്, നമുക്കൊക്കെ മനുഷ്യർ. അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ വളരെ നയപരമായി അവരുടെ എല്ലാ സഹാനുഭൂതിയോടും കൂടിയാണ് നമ്മളത് പോയത്. അതുകൊണ്ട് അതിന് കാര്യമായ രാഷ്ട്രീയമായ ചില പ്രശ്നങ്ങളെ കൊണ്ടൊക്കെ ആൾക്കാർ സമരമൊക്കെ പറഞ്ഞു എന്നല്ലാതെ ഉള്ളിൽ തട്ടിയിട്ട് വലിയ സങ്കടമൊന്നും അവർക്കില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു ധാരണ. കാരണം അവരൊക്കെ ഇപ്പൊ അവിടെ പണി തുടങ്ങിക്കഴിഞ്ഞു, അവരെ കച്ചവടം അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട്. സംഗീതവും സാഹിത്യവും കഴിഞ്ഞാൽ കോഴിക്കോട് ഭക്ഷണമാണ്, മിഠായി തെരുവിന്റെ നഗരമാണ്. ഇവിടെ ഭക്ഷണ തെരുവ് ഉണ്ടാക്കി. കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അംഗീകാരവും വലിയൊരു പദ്ധതിയാണ്. എങ്ങനെയാണ് അത് പൂർത്തിയാക്കാൻ സാധിച്ചത്? അത് NUML നമുക്ക് കുറച്ച് പൈസ ഉണ്ടായിരുന്നു, നാഷണൽ അർബൻ പോവർട്ടി ഇറാഡിക്കേഷൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തില്. അതിൽ കുറച്ച് പൈസ ഉള്ളത് അവരുടെ ഡയറക്ടറുടെ കയ്യിലാണ് ഉള്ളത്. അപ്പോൾ സർക്കാരിന്റെ സാമ്പത്തിക ചിലപ്പോൾ ആ പൈസ കൊണ്ടുപോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അങ്ങനെ എന്നെ കൊണ്ട് ഇവർ വിളിപ്പിച്ചു എല്ലാവരും കൂടി, മാഡം ഒന്ന് വിളിക്കണം. അപ്പൊ ഞാൻ എപ്പോഴും ഈ കുടുംബശ്രീയുടെ പരിപാടിക്കൊക്കെ ഞാൻ പോകുമായിരുന്നു തിരുവനന്തപുരത്ത് വിളിച്ചാൽ. അതിന്റെ ഡയറക്ടർ തന്നെയായിരുന്നു ഇതിന്റെയും ഡയറക്ടർ ആ സമയത്ത്, NULM-ന്റെയും അതുപോലെ ഫുഡ് സേഫ്റ്റിയുടെയും. അപ്പൊ അത് നമുക്കൊരു അഡീഷണൽ അഡ്വാൻറ്റേജ് ആയി. നമ്മളെപ്പോഴും അവരൊക്കെ വിളിച്ചാൽ നമ്മൾ പോവും, നമ്മൾ അവിടെ നന്നായി പ്രസംഗിക്കുകയും നല്ലൊരു രീതിയിൽ, എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അറിയുന്ന രീതിയിൽ ഞാൻ പറയും. എനിക്കറിയില്ലായിരുന്നു നല്ല കാര്യമൊന്നും ഈ കുടുംബശ്രീയുടെ ഒന്നും. അപ്പൊ ഞാൻ പഠിച്ചുണ്ടാക്കുക ചെയ്ത് ഇങ്ങനത്തെ. അപ്പൊ അവരോടൊക്കെ ഉള്ള കുറെ ഒരു നല്ല വ്യക്തിബന്ധങ്ങൾ നമുക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കോഴിക്കോട് കോർപ്പറേഷൻ ഏത് കാര്യവും കള്ളത്തരോ നുണയും പറഞ്ഞിട്ടെടുക്കാനോ അല്ലെങ്കിൽ അഴിമതിക്കോ അല്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതാണ് അതിന് ഏറ്റവും വലിയ ക്രെഡിറ്റ്. ഉദ്യോഗസ്ഥർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കാരണം നമ്മളൊരു കള്ളത്തരോ അഴിമതിയോ കാണിക്കുന്ന ഒരു കൗൺസിലേ അല്ല എന്നുള്ളത്. അഴിമതി വിരുദ്ധം എന്നുള്ളതാണ് നമ്മുടെ നയം തന്നെ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ കെട്ടിട നമ്പറൊക്കെ നമ്മൾ പോയി റിപ്പോർട്ട് ചെയ്തിട്ട് നമുക്കെതിരെ അത് അടിക്കുന്നത്. ആദ്യം കണ്ടുപിടിച്ചത് നമ്മള്, റിപ്പോർട്ട് ചെയ്തത് നമ്മള്, പിന്നീട് കണ്ടുപിടിച്ച് മിണ്ടാണ്ടിരുന്നു. നമ്മൾ മാത്രം പാവങ്ങള് റിപ്പോർട്ട് ചെയ്തു. നമ്മളെന്തോ കുഴപ്പക്കാരാന്നുള്ള രീതിയിലാണ് ആൾക്കാർ പറയുന്നത്. വാർത്തകളുടെ ഒരു ശൈലി. എന്തെങ്കിലും ആവട്ടെ. എന്തായാലും അങ്ങനെയൊക്കെയുള്ള ഒരു കോർപ്പറേഷനും കൗൺസിലും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് എന്ത് കാര്യം നമ്മൾ നടക്കണം എന്ന് പറഞ്ഞാലും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾ. അത് മറന്നുകൂടാ എനിക്ക്. സത്യത്തില് നമ്മുടെ ഗവൺമെന്റ് തലത്തിൽ നിന്ന്, ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് നമുക്ക് നല്ല സഹകരണം കിട്ടി, ജനങ്ങളുടെ സഹകരണം കിട്ടി. തീർച്ചയായിട്ടും.
അങ്ങനെയൊക്കെയാണ് നമുക്ക് അവരെ പൈസ വന്നു. അപ്പോഴേക്കും ഫുഡ് സേഫ്റ്റിയുടെ പൈസ നമ്മുടെ മന്ത്രി വീണ ജോർജിന്റെ കീഴിലാണ് അതെ അതെ അത് വന്നിരുന്നത്. അതിന്റെ ഡയറക്ടർ ഇദ്ദേഹമായി. അദ്ദേഹം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ആ 1 കോടിയും കൂടി നമുക്ക് ഇതിലിട്ടിട്ട് രണ്ടും കൂടി ചേർത്ത് നമുക്ക് ഒരുമിച്ച് ചെയ്തുകൂടെ? അങ്ങനെ സംബന്ധിച്ചിട്ടാണ് മനോഹരമായ ഒരു ഡിസൈനൊക്കെ നമ്മുടെ ആർക്കിടെക്ട്സ് വരച്ചു തന്നു. അത് വലിയ കാര്യമല്ലേ? അതെ അതെ കോഴിക്കോട് ഒരു ആർക്കിടെക്ട് സന്നദ്ധരായിട്ടുള്ള ആർക്കിടെക്ടർമാര് ആർക്കിടെക്ട്സ് അസോസിയേഷന്റെ സഹായം നമുക്ക് കിട്ടാന്നുള്ളത്, അത് ഈ ഇന്ത്യ തന്നെ കോഴിക്കോട്ടേ ഉള്ളൂ കേട്ടോ അതെ. ഇത്ര അതെ സ്നേഹമുള്ളത്. അതെ അതാണ് എന്റെ ഒരു കൂട്ടായ്മ. അതന്നെ ഒരു കൂട്ടായ്മ. അവരൊക്കെ വ്യത്യസ്ത ഫേമുകളാണ്, പക്ഷെ എല്ലാവരും ഒരുമിച്ചാണ്. നമുക്ക് ഒന്നിനൊന്നും വ്യത്യസ്തമായിട്ട് അറിയൂല ശരിക്കും പറയുകയാണെങ്കിൽ. അതുപോലെയാണ് അവരുടെ പ്രവർത്തനം. അങ്ങനെ അവർ അതൊക്കെ തയ്യാറാക്കി തന്നു. ദിവാരേട്ടൻ്റെ ഒരു ഡെഡിക്കേഷൻ പറഞ്ഞറിയിക്കാൻ പറ്റും. പി ദിവാകരൻ. അയ്യോ, പി ദിവാകരൻ, നമ്മുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. അദ്ദേഹം ഇതിനു വേണ്ടി എത്ര മീറ്റിങ്ങുകളാണ് വിളിച്ചത്, എല്ലാ കാര്യത്തിലും അവസാനം. പക്ഷെ ഒന്നുണ്ട് കേട്ടോ, അവിടെ ഉണ്ടായിരുന്ന ആ 90 നമ്മൾ അംഗീകരിച്ച ഉന്തുവണ്ടി കച്ചവടക്കാരും നല്ല മനുഷ്യരാണ്. അവര് നന്നായി സഹകരിച്ചു. അവർ പറഞ്ഞതെന്താണെന്നറിയോ മാഡം? നിയമങ്ങൾ കർശനമാക്കണം, പരിശോധനകൾ കർശനമാക്കണം. ഞങ്ങൾ തന്നെയാ പറയുന്നത്. അത് വലിയൊരു മനസ്സാണ്. അതാണ് അങ്ങനെയുള്ള അവരുടെ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചു. കുഞ്ഞു അലവസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും തന്നെ പ്രശ്നമില്ലാതെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിച്ചു. അത് നല്ല തുടക്കം. ശരിക്കും അതെ. എഞ്ചിനീയറിംഗ്, പിന്നെ നമ്മുടെ ഇലക്ട്രിക്കൽ വിങ് ആയാലും നമ്മുടെ വാട്ടർ അതോറിറ്റി ആയാലും അവരുടെ എല്ലാവരുടെയും ഒരു പൂർണ്ണ സഹകരണം നമുക്കുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സർക്കാർ സംവിധാനം പോവാൻ പറ്റുന്നതിന്റെ പരമാവധി സ്പീഡിലാണ് ഇത് പോയത്. കാരണം നമുക്ക് തോന്നും നമ്മുടെ തിരക്കൊണ്ടാണ്, പക്ഷെ എന്നാലും നമുക്ക് പറയാൻ പറ്റും ഭൂമിയുടെ അടിയിൽ കൂടി ആ പുഷ് ത്രൂ ഒക്കെ വെച്ചിട്ടല്ലേ അവര് വെള്ളവും വെളിച്ചവും ഒക്കെ കൊണ്ടുപോയത്. കാരണം റോഡ് മുറിക്കാൻ പറ്റില്ല, അതാണ്. അപ്പൊ അത് കാരണം അതൊക്കെ ചെയ്യാൻ നമുക്ക് സാധിച്ചു. എന്ത് വന്നാലും അത് നല്ല ഭംഗിയായിട്ട് അവിടെ തുടരുന്നു. നല്ല രീതിയിൽ അത് പോകണം. ഉദ്യോഗസ്ഥരെല്ലാം തിരക്കിലാണ്. ഞങ്ങളുടെ ജയച്ചൈമാരെയൊക്കെ കൊണ്ടുപോയിരിക്കുക ട്രാൻസ്ഫർ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ഇത്തിരി വിഷമമുണ്ട് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ. എന്നാലും അവർ തന്നെ ഒരുവിധ സെൽഫ് ചെക്കിങ് നടത്തുന്നുണ്ട്. അവിടുത്തെ ഷോപ്പ് കൊണ്ടു നടക്കുന്ന ആൾക്കാർ. ആ അർത്ഥത്തിലൊക്കെ ഒരു എന്താ പറയാ, ഒരു നിറവില്ലേ മനസ്സിൽ? ഒരു നിറവുണ്ട് വാസ്തവത്തിൽ മനസ്സിൽ. അവർക്ക് വേണ്ടി ഭരണം വിടുമ്പോഴും അങ്ങനെ എഴുതുന്നുണ്ട്. തീർച്ചയായിട്ടും ഭരണം വിടുമ്പോൾ ആദ്യമേ ഇല്ല, അല്ല ആദ്യം ഉണ്ട്. ഇതുപോലൊക്കെ തന്നെ ഇനി വരുന്നവർ കൊണ്ടുനടക്കും. അത് തീർച്ചയായിട്ടും കോഴിക്കോട് ഒരു അർത്ഥവും ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, എന്തുമാത്രം നമ്മൾ ഹൃദയത്തിലേറ്റുന്നു ഓരോ പ്രോജക്റ്റുകളെയും. നമ്മളൊരു ഔദ്യോഗികമായ ഒരു കഷ്ണം കടലാസും അല്ലെങ്കിൽ എഴുത്തുമായിട്ടല്ല കാണുന്നത്. അതിനെയൊക്കെ നമ്മളെ കോഴിക്കോടിന്റെ ഒരാത്മാവിനെയാണ് നമ്മൾ അവിടെ തൊട്ടറിയുന്നത്. കച്ചവടം ചെയ്യുന്നവരുടെ ആയാലും വാങ്ങുന്നവരുടെ ആയാലും വരുന്നവരുടെ ആയാലും അവരുടെ എല്ലാം നമ്മളെ നഗരത്തെക്കുറിച്ചുള്ള ഒരു ധാരണ, നമ്മുടെ നഗരത്തിന്റെ സൗകര്യവും സൗന്ദര്യവും വൃത്തിയും ഒക്കെ അവർക്ക് എങ്ങനെ ഫീൽ ചെയ്യണം എന്നുള്ള ഒരു മുൻകൂട്ടി കാണാനുള്ള ഒരു വിഷൻ, അതോടുകൂടിയാണ് നമ്മുടെ കൗൺസിൽ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇറങ്ങുമ്പോഴും നമുക്കൊക്കെ ഉള്ളൊരു സങ്കടം ഇതുപോലെയൊക്കെ തന്നെ എല്ലാവരും നോക്കിക്കൊണ്ട് നടക്കാതിരിക്കില്ലേ കോഴിക്കോട് ഇനിയും മുന്നോട്ട്. പക്ഷെ എപ്പോഴും അനുഭവം എന്താ, നമ്മളെക്കാൾ പ്രഗത്ഭർ നമുക്ക് ശേഷം തരല്ലേ? അതാണ്. അതുകൊണ്ട് നല്ല കൗൺസിൽ വരും എന്ന് ഉറപ്പാണ്. അടുത്ത പ്രാവശ്യം അവരിത് ഭംഗിയായി LDF അല്ലാതെ ഇപ്പൊ ആർക്കാ വരാൻ പറ്റുക? ആർക്കാ ഇത് കൊണ്ടു നടക്കാൻ പറ്റുക? ഇതുപോലെ രാവു പകല് പണിയെടുക്കാൻ ആർക്ക് പറ്റും? പറയും. ജനങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ട് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ക്ലാസ്സിൽ 60 കുട്ടികളാണ് മാക്സിമം ഉണ്ടാവുക. ഏകദേശം 3 പതിറ്റാണ്ട് ടീച്ചർ വിദ്യാലയങ്ങളിൽ മക്കളെ പോലെ നയിച്ചു. ഇത് 75 പേരുണ്ട്. ഏകദേശം 2.5 ലക്ഷത്തോളം ജനങ്ങളെയും നഗരമാതാവായിട്ട് നയിച്ചു. ഇപ്പോഴേ ഇറങ്ങുമ്പോഴെന്താണ് കോഴിക്കോട്ടുകാരോട് പറയാനുള്ളത്? എനിക്ക് കോഴിക്കോട്ടുകാരായി ജീവിച്ചാൽ മതി എന്നാ പറയാനുള്ളത്. നമ്മൾ വേറെ എവിടത്തെയും കാര്യമൊന്നും കണ്ടുപഠിക്കണ്ട. നമ്മുടെ നാട്ടിൽ നമുക്ക് നല്ല സംസ്കാരവും പൈതൃകവും ഒക്കെ ഉണ്ട്. ആ രീതിയിൽ സാരമില്ല എന്ന് പറയുന്ന ഒരു രീതി കോഴിക്കോട്ടുകാർക്കുണ്ട്. നമ്മൾ എന്തെങ്കിലും വന്നാൽ ഉടനെ തന്നെ അത് മൂപ്പിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ വർത്താനം പറയിപ്പിക്കുന്ന വൃത്തികെട്ട സ്വഭാവം വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ. അധികം ആൾക്കാരും സാരില്ല എന്ന് പോട്ടേന്ന് അങ്ങനെ പറയുന്ന ആൾക്കാരെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ സാധാരണക്കാരെ കണ്ടിട്ടുള്ളത്. അത് നമ്മുടെ ഒരു സംസ്കാരമാണ്. അതുകൊണ്ടാണ് നമുക്ക് സമാധാനത്തിന്റെ നഗരം എന്നൊക്കെ പറയാൻ പറ്റണത്. നമ്മൾ കിട്ടിയ മിണ്ടിയ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്കും അവിടേക്കോ നല്ല പോണത്. നമ്മൾ ഉടനെ തന്നെ ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിച്ച്, നമ്മളെ കൗൺസിലറെ ഒന്ന് വിളിച്ചു, അല്ലെങ്കിൽ നമ്മൾ രാഷ്ട്രീയക്കാരായിട്ട് വിളിക്കും, അവരൊന്ന് സംസാരിക്കും. അങ്ങനെ നമ്മൾ ഒത്തുതീർപ്പാക്കും. രാഷ്ട്രീയ പ്രബുദ്ധതയും സാംസ്കാരിക പ്രബുദ്ധതയും ഒത്തുചേർന്നതുണ്ട്. അതാണ് കോഴിക്കോടിന്റെ അത് കോഴിക്കോടിന്റെ ഒരു പ്രത്യേകതയാണ്. ക്ഷമിക്കാനുള്ള കഴിവ് കോഴിക്കോടിന്റെ പ്രത്യേകതയാണ്. അത് മാറി വരരുതേ എന്നാണ് ഇറങ്ങി പോകുമ്പോൾ എൻ്റെ പ്രാർത്ഥന. ആ സംസ്കാര തനിമ നിലനിർത്താൻ വേണ്ടി തന്നെയാണ്
സാംസ്കാരികമായ നഗരങ്ങൾക്ക് വരുന്ന സാംസ്കാരിക അപജയത്തെ അതിന് തടയിടാൻ വേണ്ടി കൂടിയാണ് യുനെസ്കോ ഇത്തരത്തിലുള്ള പദ്ധതികൾ നൽകി ആദരിക്കുന്നത്. നമ്മളെ കോഴിക്കോട് ഏതർത്ഥത്തിലും 7 വിഭാഗത്തിലും വെച്ച് ഏറ്റവും ഉയർന്ന തിങ്കിങ് സ്കിൽസ് വേണ്ടതാണ് സാഹിത്യ നഗരം. അതിലെല്ലാം ഉണ്ട് എന്നാണ് അതിൻ്റെ പ്രത്യേകത. സംഗീതം മാത്രമല്ല, രുചി മാത്രമല്ല, ഫോക്ക് ആർട്ട് മാത്രമല്ല, എല്ലാം അടങ്ങിയതാണ് സാഹിത്യ നഗരം. അങ്ങനെയൊന്നാണ് ഈ കോഴിക്കോടിന് ലഭിച്ചത്. എൻ്റെ കോഴിക്കോട്ടുകാരെല്ലാവരും അഭിമാനിക്കണം. ഞങ്ങൾ കോഴിക്കോട്ടുകാർ, ഞാൻ കോഴിക്കോട്ടുകാരി ഇത്തരത്തിലുള്ള ഒരു നഗരത്തിൽ ജനിച്ച് ജീവിച്ച് ഇവിടെ തന്നെ മരിക്കണം എന്ന് വിചാരിക്കുന്ന ആളാണ്. എൻ്റെ കോഴിക്കോടിൻ്റെ പൈതൃകമായിട്ടുള്ള സംസ്കാരം നഷ്ടപ്പെടാത്ത രീതിയിൽ മനുഷ്യ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ പരസ്പര സഹായത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും ഒക്കെ വിളനിലമായ ഈ കോഴിക്കോട് അതേ രീതിയിൽ തന്നെ ഓരോ വ്യക്തിക്കും അഭിമാനിക്കാൻ തക്ക രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് മനസ്സിലെ ആഗ്രഹം. അതിന് സാധിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെക്കാൾ പ്രഗത്ഭർ അടുത്ത കൗൺസിലിൽ വരും. അങ്ങനെ ഇതിനേക്കാൾ വേഗത്തിലും കാര്യക്ഷമമായും പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നും അവർ ഈ കോഴിക്കോട് കോർപ്പറേഷനെ ഇതുപോലെയുള്ള ഇതിനേക്കാൾ വലിയ യശസ്സിലേക്ക് അവർ ഉയർത്തും എന്ന ശുഭപ്രതീക്ഷയാണ് എനിക്ക്. പുതിയ കോഴിക്കോട് ഭാവിയിലേക്ക് കരുത്തോടെ പോകും. ഓക്കെ ടീച്ചർ, താങ്ക് യു. സന്തോഷം.